ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യനെ തൊലാക്കില്ലാണ്. എന്തിനാണ്? അപ്പൊ ഇയാള് പറഞ്ഞു, എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? എനിക്കും സ്നേഹമില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? എവിടെയാണ് തുടക്കം എന്നറിയോ? ചോദിച്ചപ്പോഴാ അറിയാൻ കഴിഞ്ഞത്. തമാശ പറഞ്ഞു തുടങ്ങിയതാണ്. പരസ്പരം സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു, മക്കളുണ്ടോ? 3 മക്കളുണ്ട് എന്നാ പറയുന്നത്. 3 മക്കളായിട്ട് പരസ്പരം സ്നേഹിച്ചില്ല എന്ന് പറയാൻ വിശ്വസിക്കാൻ കഴിയുകയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇതുണ്ടായത് എന്നറിയോ? ഒന്നിരിക്കെ അന്യപെണ്ണിലേക്കുള്ള നോട്ടമാണ് ചതിയിൽപ്പെടുത്തിയത്. അല്ലെങ്കിൽ അന്യപെണ്ണിന്റെ ഭംഗി പറഞ്ഞതാണ് ചതിയിൽപ്പെടുത്തിയത്. അല്ലെങ്കിലോ ആ സ്വന്തം ഭാര്യനോട് സന്തുഷ്ടമായി ജീവിക്കുമ്പോ നാവിലുണ്ടാകുന്ന ചില പ്രയോഗങ്ങളാണ്. ഒരുപക്ഷെ ഭാര്യന്റെ അടുക്കൽ അപാകത സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഭർത്താവിന്റെ അടുക്കൽ അപാകതകൾ വന്നിട്ടുണ്ടാകാം. എവിടെയും തികഞ്ഞത് കിട്ടാനില്ല. ഭൂമിയിലെ മാർക്കറ്റിൽ എവിടെയെങ്കിലും തികഞ്ഞത് കിട്ടാനുണ്ടോ? എന്റെ ഭാര്യ ഭയങ്കര പെറുപെറുകയാണ്. എല്ലാ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ ഇതൊന്ന് മാറ്റിയിട്ട് വാങ്ങാന്ന് വിചാരിച്ചാൽ പെറുപെറില്ലാത്ത വേറെ ഭാര്യനെയാണ് കിട്ടുന്നത് എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. ബാപ്പന്റെ കൂടെ ഒരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ആരോ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ബാപ്പനോട് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യനെ ഒഴിവാക്കാണ്, വേറെ വിവാഹം കഴിക്കണം ഉസ്താദേ. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്തിനാ? അപ്പൊ ആദ്യത്തെ ഭാര്യ ശരിയില്ല ഉസ്താദേ, പുതിയൊരു ഭാര്യനെ കല്യാണം കഴിക്കണം. അപ്പൊ ബാപ്പ ചോദിച്ചു, രണ്ടാമത് കഴിക്കുന്ന ഭാര്യ ശരിയുണ്ടെന്ന് ഇപ്പൊ വിവാഹം കഴിച്ചിട്ടേ തിരിയുള്ളൂ. ഭാര്യനെ വിവാഹം കഴിച്ചിട്ടേ മനസ്സിലാകുള്ളൂ രണ്ടാമത്തെ ഭാര്യ ശരിയില്ലാതെ രണ്ടാമത് കെട്ടിയിട്ടാ പറയാ? അല്ല, മൂന്നാമത് കെട്ടിയിട്ട് അതും ശരിയില്ലാന്ന് പറയാല? എപ്പോഴാ ഇത് തീരല്? എവിടെയാ സമാധാനം കിട്ടല്? ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ഭാര്യക്ക് തകരാറുകൾ ഉണ്ടാകാം, ഭർത്താവിന് വീക്ക്നെസ്സുകൾ ഉണ്ടാകാം. അവരുടെ വീക്ക്നെസ്സുകളെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പരസ്പരം അവരെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള മനസ്സാണ് ദാമ്പത്യ ജീവിതത്തിൽ അനിവാര്യം എന്ന് പറയുന്നത്. 3 മക്കളായിട്ട് പിന്നെ എങ്ങനെ ഇവളെ മാറ്റിയെടുക്കാന്ന് ചിന്തിക്കുന്നവനാകരുത്. പരമാവധി അതേ ത്വലാഖിൽ നിന്ന് മാറി നിൽക്കുന്നവനാകണം. ആദ്യം തന്നെ എമർജൻസി എക്സിറ്റിലേക്ക് ഓടുന്നവനാകരുത്. സാധാരണ ഡോറുകളൊന്നും തുറക്കാനുള്ള നിർവാഹമില്ലെങ്കിൽ എമർജൻസി എക്സിറ്റിന്റെ ഡോറ് തുറക്കാൻ പാടുള്ളൂ. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ളതാണ്. എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞ ചില ഡോറ് കാണില്ലേ? ബസ്സിന്റെ വേക്കിലുണ്ടാവും ഗ്ലാസിന്റെ മേലെ എമർജൻസി എക്സിറ്റ് അല്ലേ? എല്ലാ സമയത്തും ചവിട്ടി പൊളിക്കാനുള്ളതാണ്. ഒരു ചങ്ങായി വേറെ വന്നിട്ട് ബസ്സിൽ നിന്ന് എക്സിറ്റ് എഴുതിയിട്ടുണ്ടല്ലോ, എമർജൻസി എക്സിറ്റ് ആണ് എന്നുള്ളത് വായിക്കാതെ എക്സിറ്റ് ചവിട്ടി പൊളിച്ചിട്ട് ഗ്ലാസ് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങാൻ നിന്നാൽ അങ്ങനെ ബസ്സുകാരൻ വെറുതെ വിടുവോ? അല്ല വലിയാരെ, അതിനെ വേറെ എഴുതിയിട്ടില്ലേ എമർജൻസി എക്സിറ്റ് എന്നാണ്. എക്സിറ്റ് എമർജൻസിയിൽ എക്സിറ്റ് ആകാനുള്ളതാണ്. അല്ലാത്ത സമയത്ത് പോകാൻ വേറെ 2 ഡോറുണ്ട്. അതല്ലാത്തത് അത് ഉപയോഗപ്പെടുത്താൻ നിർവാഹമില്ല. ഒരു നിലക്കും ആ ഡോറിൽ ഭയങ്കര തിരക്കാണ്, തീപിടുത്തേണ്ട ബസ്സിൽ ഇപ്പൊ ജീവൻ രക്ഷിക്കേണ്ട സമയമാണ്. അപ്പൊ പിന്നെ ഗ്ലാസ് നോക്കിയാൽ പറ്റൂല. അപ്പൊ ഗ്ലാസ് ബ്രോക്കൺ ചെയ്തിട്ടെങ്കിലും ജീവൻ രക്ഷപ്പെടുത്തണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാ തൊലാക്ക് എന്ന് പറയുന്നത്. ചില ആളുകൾക്കെല്ലാം തമാശയാ, കൂട്ടത്തിൽ തൊലാക്കും തമാശയാ. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല. ഇന്ന് ഒന്നിയാൻ ചൊല്ലി ഇനിയിപ്പോ തിരിച്ചും കെടുത്താ പിന്നെ ആ 1 വയഞ്ഞില്ലേ, ഇനി എന്താ ജീവിതത്തിൽ പിന്നെ 3 ബാക്കിയില്ലേ എന്ന് വിചാരിക്കണ്ട. 1 കഴിഞ്ഞാൽ പിന്നെ 2 ബാക്കിയുള്ളൂ. അങ്ങനെ തൊലാക്കിനെയും തമാശയായി കാണുന്നവരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പറയുമ്പോഴേക്ക് നീ അധികം പറയാൻ നിൽക്കണ്ട, എന്റെ വീട്ടിലും കൊണ്ടാക്കിയാ എന്റെ എല്ലാ കഥയും തീരും എന്ന് പറയുന്ന ദാമ്പത്യ ജീവിതാണോ? ആ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂല. മറിച്ച് നീ നിന്റെ വീട്ടിൽ പോയി നിന്നാൽ പോലും എന്റെ മനസ്സും നിന്റെ മനസ്സും തമ്മിൽ ഞാൻ കോർത്തിണക്കിണ്ടാക്കിയ ഒരു ഹൃദയല്ലേ, അബന്ധം മോളെ നിനക്ക് മുറിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഭർത്താവാകണം. അവിടെയാ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം. അല്ലാതെ 1 കഴിഞ്ഞ് 2ാമത്തെ ദിവസം എനിക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ വേറൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഭർത്താവാകരുത്. എനിക്കല്ലേ 1 പറ്റുന്ന പ്രശ്നമുള്ളൂ, എനിക്ക് 2, 3, 4 പറ്റും എന്ന് പറയുന്ന ഭർത്താവാകരുത്. നിങ്ങളുടെ ആളുകൾ ഉണ്ടാകൂല. ചില ആളുകളുടെ ഇത് മാത്രം പഠിച്ചിട്ടുണ്ട്, അപ്പുറം അറിയില്ല ഇപ്പുറം അറിയില്ല. ആയത്തിന്റെ ഈ ഭാഗം മാത്രം അറിയാം. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. കുലൂ വശറബൂന്ന് ഖുർആൻ പറഞ്ഞല്ലേ, തിന്നോളി എന്നാ ഖുർആൻ പറഞ്ഞത്, തിന്നോളി എന്നാ പറഞ്ഞത്. വലാ തുസ്രിഫൂന്ന് ശേഷം അതറിയൂല അല്ലെ? അങ്ങനെ തിന്നോളി എന്ന് പറയാൻ വേണ്ടിട്ട് കുലൂ വശറബു അതെല്ലാവർക്കും അറിയാം. തിന്നോളി നിങ്ങൾ കണ്ടില്ലേ, ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്നാ ഷോപ്പിന്റെ തന്നെ പേര്. തിന്നോളിയും കുടിച്ചോളി അല്ലെ? തിന്നോളിയും കുടിച്ചോളി എന്നാ പേര് തന്നെ. അങ്ങനെ തിന്നോ കുടിച്ചോ എന്ന് മാത്രമല്ല ഇസ്ലാം പറഞ്ഞു, വലാ തുസ്രിഫു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ദുർവ്യോഗം ചെയ്യുന്നവരാകരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 2 കെട്ടിക്കോ 3 കെട്ടിക്കോ എന്ന് പറഞ്ഞത് അത് ജീവിതത്തിൽ ഒരു ഹരായി എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഖുർആൻ. അത് ജീവിതത്തിൽ ഭാര്യനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് തന്നല്ല ഖുർആൻ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്.
ഖുർആൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാര്യനെ ഭീഷണിപ്പെടുത്താനുള്ള ആയുധമായിട്ട് തന്നല്ല മസ്നാ വസുലാസ വറുബാ എന്ന് പറയുന്നത്. രണ്ടാവശ്യമുള്ള ഏതെങ്കിലും പുരുഷന്മാർ അവർക്ക് നിർവാഹമില്ലെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായി അവർക്ക് നിർവാഹമില്ലെങ്കിൽ അവരെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന നിലയ്ക്ക് ഇസ്ലാം അനുവദിച്ചു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ 2 കെട്ടൽ ഭയങ്കര പുണ്യേട്, 3 കെട്ടിയാലേ സ്വർഗത്തിൽ പോവുകയുള്ളൂ, 4 കെട്ടിയാലേ നീ സ്വർഗത്തിലെത്തുള്ളൂ, അങ്ങനെയല്ല. അങ്ങനെ പ്രചോദനം കൊടുത്തതല്ല ഇസ്ലാം. മറിച്ച് അങ്ങനെയുള്ള വഴികളുണ്ട് ഇസ്ലാമില് എന്നതിന്റെ അപ്പുറത്ത് ഓ ഈമാനുള്ള വിശ്വാസികളെ, ഭാര്യനെ ഭീഷണിപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കൊടുവാള്, ഏറ്റവും വലിയ വാള് അതാണ് ഈ എന്ന ആയത്ത്. ഇത് വിചാരിക്കരുത്. ഭാര്യമാരോട് ഞാൻ 2 കെട്ടു എന്ന് പറയുന്ന സ്വഭാവക്കാരനാകരുത്. കെട്ടിയില്ലെങ്കിലും പറയരുത്. കെട്ടി ഞാൻ കെട്ടൂല എന്ന് ഉറപ്പാ മൂല്യനെ, ഞാൻ പിന്നെ വെറുതെ ഒരു രസത്തിന് പറയാണ്. അങ്ങനെ പറയരുത് എന്നാ ഞാൻ പറഞ്ഞത്. അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അവർക്ക് നോവുണ്ടാക്കുന്ന വാക്കാണ് അത്. നിങ്ങൾക്കൊന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ നല്ല രസം ഉണ്ടാകും. അവള് പറയാ ഞാൻ ഒരു ദിവസമൊക്കെ ഓന്റെ കൂടെയും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോഴാണ് നമുക്കതിന്റെ വേദന അറിയുന്നത്. അതുപോലെ ഭാര്യമാര് വിവാഹം കഴിക്കാനൊന്നുമല്ല, വെറുതെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന സ്വഭാവം. അങ്ങനെ വേദനിപ്പിക്കുന്നതിന് പകരം നിന്നെ പോലുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ, ഭാര്യക്ക് ദേഷ്യം പിടിച്ചാൽ പോലും പുഞ്ചിരിക്കാനുള്ള മനസ്സ്, ഭർത്താവിന് വെറുപ്പ് പിടിക്കുമ്പോൾ ഭർത്താവിന്റെ ദേഷ്യത്തെ സുഖലോലുപതയായി കാണാനുള്ള മനസ്സില്ലേ ഉമ്മമാരെ? അവിടെയാ നമ്മളെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളെ ഭർത്താക്കന്മാരോട് കരർത്ത് സംസാരിക്കുന്ന ശൈലി ഉണ്ടായിക്കൂടാ. ഭാര്യമാരോട് ആവശ്യമില്ലാതെ ചൂടാകുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. അതേ സ്ഥാനത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം ദേഷ്യം പിടിച്ചാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ 10 ഡിഗ്രി ചൂടാകുമ്പോ ഭർത്താവ് 20 ഡിഗ്രി ചൂടാവും. അപ്പം ഭാര്യക്ക് 30 ഡിഗ്രി ആവും. അതിങ്ങനെ ചൂട് അധികരിച്ചു വരും. നിന്നെ പോലൊരു ഹൃദയവും നിന്നെ പോലൊരു അഭിമാനവും നിന്നെ പോലൊരു ശക്തിയൊക്കെ ഉള്ള ഒരു പെണ്ണാവളും. അവള് വേറെന്തോ സാധനമൊന്നുമല്ല. അങ്ങനെ വിചാരിക്കരുത്. നിന്നെ പോലെ തന്നെ അഭിമാനമുള്ളവളാണ് അവളും. ചില ഭർത്താക്കന്മാരുണ്ട്, നിങ്ങളെ കാസർഗോഡിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല. ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യന്റെ ബാപ്പനെ വിളിക്കല് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബാപ്പാനോട് പറയും ചില ആളുകള്. അതുപോലെ അവരെ കാരണവന്മാരെ തെറി വിളിക്കുന്ന സ്വഭാവക്കാര്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നല്ല സ്വഭാവ ശൈലിക്കാരാകണമെന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴെങ്കിലും ഭാര്യ വെറുപ്പ് പിടിക്കുമ്പോ തിരിച്ച് സഹിക്കാനുള്ള മനസ്സ് ഭർത്താവിന് വേണം. ഭർത്താവ് വെറുപ്പ് പിടിക്കുമ്പോൾ ഭാര്യക്കും സഹിക്കാനുള്ള മനസ്സുകളും. അവിടെയാണ് കുടുംബ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഗുണമറിയാനുള്ളത്, സുഖമറിയാൻ കഴിയുന്നത്. അങ്ങനെ സന്തുഷ്ടമായ കുടുംബ ജീവിതം നയിക്കാൻ മുസ്ലിമേ നമുക്ക് സാധിക്കുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, അള്ളാന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9ഓളം ഭാര്യമാരുണ്ട്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ ഭാര്യക്ക് കംപ്ലൈന്റ് പറയാനില്ല. അത് ആണത്വത്തിന്റെ പരിപൂർണതയാണ്. ഒരാൾക്കും കംപ്ലൈന്റ് പറയാനില്ല. 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഏതോ നിരീശ്വരവാദിക്ക് വല്ലാത്ത ബേജാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ ചിന്തയില്ലാത്തത് കൊണ്ടാ. അന്ന് ജീവിച്ച 9 ഭാര്യമാരുണ്ടായിട്ട് ഒരൊറ്റ ഭാര്യമാർക്കും കംപ്ലൈന്റ് പറയാനില്ല. അത്രത്തെ കമ്യ ജീവിതം ഏറ്റവും അഷ്റഫായ നിലക്ക് അല്ലാഹു പടച്ചേച്ച നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന് കഴിയുന്നത് പോലെ നിനക്ക് കഴിയൂല. അതിന് അല്ലാഹു തആല നൽകിയ പവർ നിനക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ നീ നബി തങ്ങളെ അതേ ചീത്ത വിളിക്കുന്നവനാകരുത്. വിവരമില്ലാത്തതിന്റെ പേരിൽ കുറ്റം പറയുന്ന ആളുകളെ വാക്ക് കേട്ടിട്ട് ഓ മുസ്ലിമേ, നമ്മളെ ചിന്തയും നഷ്ടപ്പെടുത്തുന്നവരായിക്കൂടാ. ഇരിക്കട്ടെ, ഭർത്താക്കന്മാർക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റുകളും ഭാര്യമാർക്കിടയിൽ അഡ്ജസ്റ്റ്മെന്റുകളും പരസ്പരം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള മനസ്സാണ് നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. അവിടെയാണ് ഏറ്റവും നല്ല കുടുംബ ജീവിതം ഉണ്ടാകുന്നത്. അവിടെയാണ് ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നത്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ ചെറുപ്പക്കാരാ, പാപ്പന്റെ പണം കണ്ടിട്ട് ജീവിതത്തെ തിട്ടപ്പെടുത്തുന്നവനാകരുത്. ഉമ്മാന്റെ പണം കണ്ടിട്ട് ജീവിതത്തെ തിട്ടപ്പെടുത്തുന്നവനാകരുത്. ഇത് പറഞ്ഞത് കൊണ്ട് ബാപ്പ തരുന്നത് വാങ്ങരുത് എന്നല്ല. ഉമ്മ
ഉമ്മ തരുന്നത് വാങ്ങരുത് എന്നല്ല, ഉമ്മയല്ല വാപ്പയല്ല ആര് സന്തോഷത്തോടെ തന്നാലും ഹദിയ തന്നാൽ സന്തോഷത്തോടെ വാങ്ങുന്ന സ്വഭാവമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഉപ്പയല്ല വാപ്പയല്ല ഉമ്മയല്ല, അതേ പച്ചാരാൻ തന്നെ തന്നാൽ പോലും ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹത്തോടെ തരുന്ന ഹദിയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങുന്ന പതിവുണ്ട്, കൊടുക്കുന്ന പതിവുണ്ട്. നബി തങ്ങളെ സുന്നത്താണ്. അത് സ്വന്തം മക്കൾക്കാകുമ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഹദിയ കൊടുക്കുന്നത് ബാപ്പക്കാകുമ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഉമ്മാക്കാകുമ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഹദിയക്ക് വലിയ ബഹുമാനം തന്നെ. പക്ഷെ അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവനാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അത് കിട്ടിയിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവനാകരുത്. ഒരാളുടെയും കിട്ടിയിട്ട് ജീവിക്കാതെ ചിന്തിക്കുന്നതിന് പകരം എന്റെ റബ്ബ് അവനിക്ക് കൊടുത്ത റബ്ബാണല്ലോ, എനിക്ക് എന്റെ റബ്ബ് തരൂന്ന് വിശ്വസിച്ച് അധ്വാനിച്ച് ജീവിക്കുന്ന ഹൃദയം നിന്റെ മനസ്സുണ്ടല്ലോ, അവനിക്ക് അല്ലാഹുവിന്റെ കൊടുതി നഷ്ടപ്പെട്ടു പോകൂല, എന്റെ റബ്ബ് കൈയൊഴിക്കൂല. അത് വിശ്വാസത്തോടെ നീ പണിയെടുത്തോ, എടുത്ത പണിക്ക് ഫലം കാണാതിരിക്കൂല. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നുപോയോ? ഭൂമി ലോകത്ത് എന്ത് തന്നെ കിട്ടണമെങ്കിലും അധ്വാനിക്കണം, അല്ലേ? എന്ത് കിട്ടണമെങ്കിലും അധ്വാനിക്കണം. എന്തിലധികം പറയാനാണ്? ഏറ്റവും വലിയ സൽക്കർമ്മമാണല്ലോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുക എന്ന് പറയുന്നത്. വലിയ ബഹുമാനമുള്ള അമല അല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലേ? ആണ്, വലിയ ബഹുമാനമുള്ള അമലാണ് ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ. ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മൊയ്ലിയാര്, ആ മൊയ്ലിയാര് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. എന്തൊരു ശബ്ദത്തിൽ, എന്തൊരു ഈണത്തിൽ അയാൾ ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളിച്ചതിന്റെ പേരിൽ അയാളെ നമ്മൾ സന്തോഷപ്പെടുത്താറുണ്ട്, സന്തോഷപ്പെടുത്താറില്ലേ? മാസത്തിൽ പൈസ കൊടുക്കില്ലേ? ഇല്ലേ? അവിടെ പരിപാടി ഒന്നും ഇല്ലേ? മുക്രിക്ക് ശമ്പളം ഇല്ലേ ഇവിടെ? ആ ഉണ്ട്, ശമ്പളം കൊടുക്കാറുണ്ട്. അയാൾക്ക് മാസത്തിൽ ശമ്പളം കൊടുക്കും. ഒരു ദിവസം അയാൾ ഉറങ്ങിപ്പോയാലോ, ഒരാൾ ഒരു ദിവസം ഉറങ്ങിപ്പോയാലോ കമ്മിറ്റിക്കാരനാകണം എന്നില്ല, അല്ലെ? ചോദ്യം ചെയ്യാൻ പിന്നെ കമ്മിറ്റിക്കാരാകണം എന്നില്ല. ഇതുവരെ പള്ളിയിൽ ജമാഅത്തിന് വന്നവനുമാകണം എന്നില്ല. അവിടെയാണല്ലോ ഭയങ്കര ജോറ്. പള്ളിയിൽ വരാത്തവനാണ് അന്നത്തെ പള്ളിയിലെ ബാങ്ക് വല്ലാതെ മിസ്സാകുന്നത്. വലിയാരെ ചോദ്യം ചെയ്യാൻ ഭയങ്കര സുഖാണ്. ഏത് സുഖമുള്ള പണിയാണെങ്കിലും നമുക്ക് ഇങ്ങനെ തോന്നും, അയാൾക്ക് 5 നേരം എണീച്ച് ഇങ്ങനെ ബാങ്ക് കൊടുത്താ പോരെ, അയാൾക്ക് പൈസ അങ്ങ് കിട്ടൂലേ എന്ന് തോന്നും. അയാൾക്കും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ഇതുപോലുള്ള ആളുകളെ കേൾക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ജോലിയാണല്ലോ. ബാങ്ക് കൊടുക്കൽ ഇപ്പൊ ജോലിയാവൂല. രാജസ്ഥാനത്ത് 100 അഭിപ്രായമുള്ള 100 തലകളുള്ള കമ്മിറ്റിക്കാരെ പൊറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര പണിയായിരിക്കും. നിങ്ങളുടെ നാട്ടിലല്ലോ ഞാൻ പറയുന്നത്. ചില നാട്ടിലെ കമ്മിറ്റിക്കാരെ പൊറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും. ഇവിടെ ഉള്ളതല്ലോ, എനിക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ആരാണെന്ന് തന്നെ അറിയില്ല. എന്നെ ഇവിടെ വയലിന് ക്ഷണിച്ചെന്നെ ആരാന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല, അന്വേഷിക്കാറില്ല. ഞാൻ അവരെ ഇങ്ങനെ പുകയറ്റിയിട്ട് മേലെടുത്ത് വെക്കാറില്ല, താഴെ വെക്കാറില്ല. എനിക്ക് ആരാണെന്നും അറിയില്ല. അത് ഞാൻ പറഞ്ഞത് ഉദാഹരണം പറഞ്ഞതാ, അല്ലേ? കമ്മിറ്റിക്കാരെ സഹിക്കാൻ ഭയങ്കര പണിയായിരിക്കും ചിലയിടങ്ങളിൽ. ചില നിങ്ങളെ കമ്മിറ്റിക്കാരെ സ്വഭാവം ഭയങ്കര സ്വഭാവമായിരിക്കും. പക്ഷേ കമ്മിറ്റിക്കാരല്ലാത്ത ചില ആളുകൾ അവിടെ സഹിക്കാൻ പറ്റൂല. ഇതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് സുഖമുണ്ട്, വേറൊരു സ്ഥലത്ത് പ്രയാസം ഉണ്ടാവും. ഒരു സ്ഥലത്ത് പ്രയാസം ഉണ്ട്, വേറൊരു സ്ഥലത്ത് സുഖം ഉണ്ടാവും. ഇതാ ദുനിയാവ് എന്ന് പറയുന്നത്. ചിലർക്ക് ഭയങ്കര സുഖ ജോലി സ്ഥലത്ത്. വീട്ടിലെത്തിയാലോ ഭാര്യന്റെ കേട്ടിട്ട് ഒരു സെക്കൻഡ് പോലും വീട്ടിലെടുക്കാൻ തോന്നൂല. അങ്ങനെ ഉണ്ടാവും ചില ആള്. അങ്ങനെയാ ദുനിയാവ് ചിലപ്പോൾ പരീക്ഷണം ഉണ്ടാകല്. പരീക്ഷണത്തിന്റെ രൂപങ്ങൾ വേറെയാണ്, ഭാവങ്ങൾ വേറെയാണ്, കോലങ്ങൾ വേറെയാണ്. ഒരിടത്ത് സന്തോഷം, മറ്റൊരിടത്ത് പ്രയാസം, ഒരിടത്ത് സുഖം, ഒരിടത്ത് ദുഃഖം. അപ്പോഴാ ലോകത്തെ ദുനിയാവില് അതിന്റെ രസവും സുഖമൊക്കെ അറിയുന്നത്. എല്ലാടെയും സന്തോഷം. അങ്ങനെയാകുമ്പോ ദുഃഖത്തിന്റെ രുചി അറിയാത്തവന് സുഖം ഉണ്ടാവോ? ഉണ്ടാവോ? ദുഃഖത്തിന്റെ പ്രയാസമറിയാത്തവന് സന്തോഷം എന്താണെന്ന് തിരിയോ? അറിയോ? ഇല്ല. ദുഃഖം എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ആ സുഖത്തിന് കുറച്ചുകൂടി പവർ ഉണ്ടാകുന്നത്, അല്ലേ? കയറ്റം കയറി പോകുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഇല്ലേ, അത് ഇറങ്ങുമ്പോ ഉണ്ടാവോ? ഇല്ല. അത് ഇറങ്ങുന്ന സമയത്താണ് ആ ഇറക്കത്തിന്റെ സുഖം കയറ്റം കൂടി ഉണ്ടാകുമ്പോഴാണ് അറിയാൻ പോകുന്നത്, അല്ലെ? നേരെ കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ താഴെ ഇറക്കി കൊടുത്തതാ മേലെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു താഴേക്കങ്ങ് ഇറങ്ങിക്കോ. അവൻ ഇറങ്ങാൻ വലിയ സുഖം ഉണ്ടാവൂല. അതേ സ്ഥാനത്ത് കഷ്ടപ്പെട്ട് കയറ് പിടിച്ച് വടി കുത്തിയിട്ട് പിടിച്ച് പടച്ചറബേ ഇപ്പം വീഴുമോ എന്ന് പേടിച്ചിട്ട് കയറിപ്പോയവനാണെങ്കിൽ അവിടുന്ന് അവൻ ഇറങ്ങി വരുമ്പോ ഭയങ്കര സുഖമായിരിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവനത് നേടിയെടുത്തത്. അപ്പോഴാണ് ദുനിയാവിൽ ഏത് സാധനവും അതിന്റെ ഓപ്പോസിറ്റും കൂടി അനുഭവിക്കുമ്പോഴാണ് അവന് സുഖം ഉണ്ടാകുന്നത്, അല്ലേ?
എപ്പോഴും അങ്ങനെയാണ്. ദുനിയാവിൽ ഏതൊരു സങ്കടം ഉണ്ടോ ആ സങ്കടത്തിന്റെ പ്രയാസം എത്രത്തോളം ആഴണ്ടോ ആഴത്തിനനുസരിച്ച് അവന് സുഖം കിട്ടുമ്പോൾ ആ സുഖത്തിന്റെ സുഖം അധികരിച്ചു കൊണ്ടിരിക്കും. ഇതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഇവിടെ കിട്ടുന്നതെല്ലാം നിന്റെ അധ്വാനത്തിന്റെ ഫലങ്ങളാണ്. അല്ലെ, ചോറ് അധ്വാനിച്ച് പണിയെടുത്ത് കിട്ടുന്ന പൈസക്ക് ഭയങ്കര സുഖമായിരിക്കും. അതിന് പണിയെടുത്ത് നോക്കണം, അപ്പോഴേ അതിന്റെ സുഖം അറിയുള്ളൂ. അല്ലെ, പണിയെടുത്തിട്ട് കിട്ടണം. ബാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങുന്നതാകുമ്പോ അതിന് സുഖം കിട്ടൂല. അതിന് സുഖം കിട്ടണമെങ്കിൽ സ്വന്തത്തിൽ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പോഴാണ് ആ പണിയെടുത്ത് കിട്ടുന്നതിന്റെ സുഖം അനുഭവിക്കുമ്പോണ്ടാകുന്ന സുഖം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭൂമി ലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാം പണിയെടുത്ത് കിട്ടാനുള്ളതാണ്, അധ്വാനിച്ചിട്ട് കിട്ടാനുള്ളതാണ്. എന്നാ മഹാനായ ശൗറബിന് റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ ഇവിടെ ഉള്ളതെല്ലാം നശിക്കുന്നതേ നിനക്ക് അധ്വാനിച്ചാലും കിട്ടാനുള്ളൂ. ഇവിടെ ഉള്ളതെല്ലാം അധ്വാനിച്ചാൽ കിട്ടുന്നതും നശിക്കുന്നതാണ്. അതേ സ്ഥാനത്ത് സ്വർഗലോകത്തോ അവിടെ ഉള്ളത് കിട്ടുന്നത് നശിക്കാനുള്ളതല്ല. എന്നും നിനക്ക് കാലകാലം സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ലോകം, ആ ലോകമാണല്ലോ സ്വർഗമെന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് നീ വിചാരിക്കുന്നത്, അധ്വാനിക്കാതെ കിട്ടണം എന്ന് വിചാരിക്കുന്നത്, പണിയെടുക്കാതെ കിട്ടണം എന്ന് ചിന്തിക്കുന്നത്, അത് വല്ലാത്തൊരു ചിന്ത തന്നെ. അത് പണിയെടുക്കാതെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതി ഭയങ്കര മോശമുള്ള ചിന്താഗതിയല്ലേ. അള്ളാനെ കാണാൻ പോലും അവസരം കിട്ടുന്ന സ്വർഗലോകം, അത് റബ്ബിന്റെ കാരുണ്യം കൊണ്ടങ്ങ് കിട്ടും. ഞാൻ നിസ്കരിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, ഒരു നേരത്തെ നിസ്കാരം ഒന്നും നഷ്ടപ്പെട്ടു പോയാലും സാരമില്ല, എപ്പോഴെങ്കിലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പമില്ല, എപ്പോഴെങ്കിലൊക്കെ കളവ് നടത്തിയാലോ പറഞ്ഞാലോ കുഴപ്പമില്ല, എപ്പോഴെങ്കിലൊക്കെ തെറ്റ് ചെയ്താലോ കുഴപ്പമില്ല. ഇങ്ങനെ തെറ്റിനെ നിസാരപ്പെടുത്തുന്ന ശൈലിക്കാരനാണോ തലബുൽ ജന്നതി, സ്വർഗത്തെ തേടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ബിലാഅമലിൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാതെ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാതെ എനിക്ക് സ്വർഗം ചോദിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. മാനവറുകള് പറയാണ്, ദംബും മിനദ്ദുനൂബ്, അത് തെറ്റുകളെ കൂട്ടത്തിൽ ഒരു വനാ തെറ്റാണ് കേട്ടോ. സ്വർഗം ചോദിക്കണമെങ്കിൽ തന്നെ പണിയെടുക്കുന്നവനാകണം. നിസ്കരിക്കാതെ സ്വർഗം ചോദിക്കുന്നവനാകരുത്, നോമ്പെടുക്കാതെ സ്വർഗം ചോദിക്കുന്നവനാകരുത്, അമലുകൾ ചെയ്യാൻ ഇഖ്ലാസിനെ കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും കർമ്മം കഴിച്ചു കൂട്ടുന്നവനായിട്ട് സ്വർഗത്തെ താല്പര്യപ്പെടുന്നവനാകരുത്, സ്വർഗത്തെ ചോദിക്കുന്നവനാകരുത്. നീ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുപാർശ പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത് എന്നറിയോ? ബിലാ സബബിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുപാർശ കിട്ടണം എന്ന നിലക്ക് നീ ഒരു സ്വലാത്ത് ചൊല്ലിയത് പറയാനില്ല, അവിടുത്തെ സ്നേഹിച്ചത് പറയാനില്ല, അവിടുത്തെ പിന്തുടർന്നത് പറയാനില്ല. മോഡലുകൾ നോക്കിയാൽ നീ പിൻപറ്റിയത് സിനിമ നടനെയാണ്, കർമ്മങ്ങൾ നോക്കിയാൽ നീ പിൻപറ്റിയത് ഏതോ പണക്കാരനാണ്. അതുപോലെ ഭൂമി ലോകത്തെ പലതും നീ അതേ റോൾ മോഡലായി സ്വീകരിച്ചത് അല്ലാഹുവിന്റെ റസൂലിനെ അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ചോ നീ പ്രതീക്ഷിച്ചതും നീ പ്രവർത്തിച്ചതുമെല്ലാം മറ്റൊരാളെ കണ്ടിട്ടാണ്. എന്നിട്ടോ നീ നബിതങ്ങളെ ശുപാർശ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. മഹാനായ ശഖർ ഇബ്നു ഔശബ് റളിയല്ലാഹു അൻഹു പറയാണ്, നൗഉം മിനൽ ഖുറൂർ, ചതിയുടെ ഒരു പാർട്ട് തന്നെയായി പോയി. നീ ചെയ്തു വെച്ച പണിയുണ്ടല്ലോ, അത് വല്ലാത്ത മോശമായി പോയി. ശഫാഅത്ത് കിട്ടാനുള്ള ഒരു പണിയും നീ എടുത്തിട്ടില്ല. നീ ചെയ്തത് എന്താണ് പകരമെന്നറിയോ? നിന്റെ സ്വന്തം കല്യാണത്തിന്റെ ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അളീം, സ്വന്തം വിവാഹത്തിന്റെ ദിവസം. എന്താണ് മോനെ വിവാഹം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷുകാരന്റെ സുന്നത്താണോ? അല്ല. ആണോ? വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷുകാരന്റെ ചര്യയാണോ? അല്ല, ഇംഗ്ലീഷുകാരന്റെ ചര്യ വിവാഹമല്ല. അയാളെ വിവാഹം എങ്ങനെയാണ് എന്നറിയോ? 3 മക്കളായിട്ടും പറയാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ സുന്നത്ത് ഇസ്ലാമിലില്ല.
ഇസ്ലാമിലുള്ള സുന്നത്ത് മോനെ, അത് നീ വിവാഹം കഴിച്ചാൽ മാത്രം തൊടുന്ന വിവാഹമാണ്. അതിനാ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരന്റെ വിവാഹമില്ലേ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ പിന്നെ അവളെ ബൈക്ക് കയറ്റുന്ന ഇംഗ്ലീഷുകാരന്റെ സ്വഭാവമില്ലേ, അതേ അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിക്കാഹ് കഴിഞ്ഞില്ലെങ്കിലും സാരില്ല, എന്തായാലും എനിക്കുള്ള പെണ്ണല്ലേ എന്ന് തീരുമാനിച്ചിട്ട് അവളെയും കൂട്ടിയിട്ട് കറങ്ങാൻ പോകുന്ന ശൈലിയില്ലേ, അവളെയും കൂട്ടിയിട്ട് യാത്ര പോകുന്ന സ്വഭാവമില്ലേ, അവളെയും കൂട്ടിയിട്ട് ബൈക്കിലിരിക്കുന്ന സ്വഭാവമില്ലേ, ഇത് ഇസ്ലാമിലെ വിവാഹമല്ല, ഇത് ഏതോ പാശ്ചാത്യ ചിന്തക്കാരന്റെ വിവാഹമാണ്. ഓ ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ ഭാര്യമാകണമെങ്കിൽ നിക്കാഹ് കഴിയണം. കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിച്ചില്ലേ മുസ്ലിയാര്? കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാൻ നിന്റെ ബാപ്പക്ക് കഴിയും. കല്യാണത്തിന്റെ ദിവസം ഒരുക്കാൻ നിന്റെ ബാപ്പ ജീവനോടുണ്ടെങ്കിൽ കഴിയും, നീ ജീവനോടുണ്ടെങ്കിൽ കഴിയും. അതേ സ്ഥാനത്ത് നിന്റെ ജീവിതത്തിന് നിക്കാഹിന്റെ ദിവസം വരെ നിന്റെ ആയുസ് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സൃഷ്ടിയും ലോകത്ത് ഇല്ലേ ഇല്ല. അതുവരെ നീ ഉണ്ടാകും തന്നെ പറയാൻ പറ്റൂല. നീ എങ്ങനെയാണ് അവളെ തൊടലുവിന്? നീ എങ്ങനെയാ വിവാഹം എന്തായാലും ഞാൻ കഴിക്കാനുള്ള പെണ്ണല്ലേ എന്നാ നീ പറയുന്നത്? അത് നിനക്ക് അനുവദിക്കപ്പെട്ട പെണ്ണായിട്ടില്ല. അനുവദിക്കപ്പെട്ടതാകണമെങ്കിൽ വിവാഹം കഴിയുന്നവനാകണം. വിവാഹം എന്ന് പറഞ്ഞാൽ ഡേറ്റ് നിശ്ചയിക്കലല്ല, കാണാൻ പോകലല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിയാതെ ഭാര്യനെ തൊടുന്ന ഭർത്താവ്, അതിന്റെ പേര് ഭർത്താവ് നല്ല അന്യപുരുഷനാണ്. അപ്പൊ മുസ്ലിയാരെ കാണാൻ പോയാലോ? നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. വിവാഹം കാണാൻ പോകുമ്പോ തന്നെ ഈ പെണ്ണിന്റെ കഴുത്തിലേക്ക് പുതിയാപ്പിള നിക്കാഹിന്റെ മുമ്പ് കഴുത്തില് മാല കെട്ടിക്കൊടുക്കുന്ന സ്വഭാവം. ഓ ചെറുപ്പക്കാരാ, ഏത് ഇംഗ്ലീഷുകാരന്റെ മാതൃകയാ നീ സ്വീകരിച്ചത്? എന്നിട്ട് നീ നബിതങ്ങളെ ശഫാഅത്ത് പ്രതീക്ഷിക്കുന്നു എന്നാണോ പറയുന്നത്? നിനക്കെന്ത് ശഫാഅത്താ? അന്യ പെണ്ണിന്റെ കഴുത്തില് മാല കെട്ടിക്കൊടുത്തിട്ട്, അന്യ പെണ്ണിന്റെ കഴുത്തിൽ കൈവച്ച് കൊടുത്തിട്ട്, അന്യ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട്, അന്യ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട്, അന്യ പെണ്ണിനെ കൂട്ടിപ്പിടിച്ചിട്ട് നീ വിവാഹം കഴിക്കൂന്നുള്ള കാരണം പറഞ്ഞാൽ അത് ഇസ്ലാമില് വില പോകൂല. ഇസ്ലാമിൽ വില പോകോ? ഇല്ല. ഇസ്ലാമിൽ നിക്കാഹ് കഴിയാതെ വിവാഹമാകൂല. എന്നിട്ട് നീ പറയാണ് ഞാൻ നബിതങ്ങളെ ചര്യ മുറുകെ പിടിക്കുകയാണ്. മുസ്ലിയാര് വന്നിട്ട് നിക്കാഹ് എഴുതിരുമ്പം പറയാണ് അതേ അങ്കഹത്തൊക്കെ ബിന്ദി എന്ന് പറയൂ, എന്റെ മകളെ ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പറയൂ എന്ന് അമ്മോശനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ അമ്മോശൻ വിചാരിക്കുകയാണ്, പഠിച്ചറമ്പേ ഇതുവരെ പിന്നെ ഞാൻ എന്തിനാ സമ്മതം കൊടുത്തത്? ഇതുവരെ ഇവൾ രണ്ടാളും കൂട്ടിപ്പിടിച്ചിട്ട് എന്നല്ലേ ഉണ്ടായത്? ഇന്നലെയും അവൾ രണ്ടാളും പുറത്തു പോയിട്ടല്ലേ അവളെ ഡ്രസ്സ് സെലക്ട് ചെയ്തത്? അവര് തൊടാത്ത ഭാഗങ്ങളില്ലല്ലോ, അവര് നോക്കാത്ത ഭാഗങ്ങളില്ലല്ലോ. വിവാഹത്തിന്റെ നിശ്ചയത്തിന്റെ മുമ്പ് നിനക്ക് കാണാൻ അനുമതി നൽകിയിട്ടുണ്ട്. അത് മുൻകൈയും അതുപോലെ കാലുമല്ലാത്ത അത് ഔറത്തിന്റെ ഭാഗങ്ങൾ നോക്കാൻ ഇസ്ലാം നിനക്ക് അനുവാദം തന്നിട്ടില്ല. അപ്പൊ മുസ്ലിയാരെ, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനൊക്കെ ആചാരങ്ങളുണ്ട്. അന്യപുരുഷന്റെ കഴുത്തില് മാല കെട്ടിക്കൊടുക്കുന്ന പരിപാടിയുണ്ട്, അന്യപുരുഷന്റെ കൈ പിടിക്കുന്ന പരിപാടിയുണ്ട്. ഓ പെങ്ങന്മാരീ, അത് ഇസ്ലാമിലെ വിവാഹമല്ല. നീ പിൻപറ്റിയത് ഇംഗ്ലീഷുകാരന്റെ വിവാഹമാണ്. ഏത് ഇംഗ്ലീഷുകാരന്റെ വിവാഹം എന്നറിയോ? 3 മക്കളായിട്ടും ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം നടക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നേ പറയുന്നത്. ഈ നിലക്കുള്ള വിവാഹം, അങ്ങനൊരു വിവാഹം ഇസ്ലാമിലില്ല. ഓ എന്റെ മഹല്ല് കമ്മിറ്റിക്കാര്, വെറും ഉറൂസ് കമ്മിറ്റി നടത്താനുള്ളതാണ് മഹല്ല് കമ്മിറ്റിക്കാര് എന്ന് വിചാരിക്കരുത്. വെറും മഹലിന്റെ സദസ്സ് നടത്താനുള്ളതാണ് റൂസ് കമ്മിറ്റികൾ എന്ന് വിചാരിക്കരുത്. നാട്ടിൽ നടക്കുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പ്രസിഡന്റുമാരുകളും ശബ്ദമുയർത്തുന്ന സെക്രട്ടറിമാരുകളും അതിനുവേണ്ടി ശബ്ദിക്കുന്ന കമ്മിറ്റിക്കാരാകളും അല്ലാതെ നമ്മൾ റബ്ബിന്റെ മുന്നിൽ ഉത്തരവാദിത്വം പൂർത്തിയാക്കി വീട്ടിയവരായി നമ്മൾ മാറി തീരൂല. വിവാഹത്തിന്റെ പേരിൽ പേക്കൂത്തുകളാണോ? വിവാഹത്തിന്റെ പേരിൽ അന്യപെണ്ണും പുരുഷനും കലരലാണോ? സ്റ്റേജിൽ കയറിയിട്ട് ആണും പെണ്ണും ഡാൻസ് ചെയ്യലാണോ? അതിന്റെ പേരിൽ ഉപ്പാപ്പമാര് നോക്കി നിന്നിട്ട് ഇതല്ലാതെ നിർവാഹമില്ലാതെ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ പൊറ്റതേ കിണറിലേക്ക് പച്ചയായി വലിച്ചെറിയുന്ന കമ്മിറ്റിക്കാരാണോ? നാട്ടുകാരണവന്മാരാണോ? ഞാനും നീയും പ്രതീക്ഷിക്കുന്ന ശഫാഅത്ത് ആരതാണോ? ഇംഗ്ലീഷുകാരൻ്റെതാണോ? ഏതെങ്കിലും അത്തരം പാശ്ചാത്യ ചിന്തക്കാരൻ്റെതാണോ? നബിതങ്ങളെ ശഫാഅത്ത് വേണോ? അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാകളും അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നവനാകളും അല്ലാതെ അവിടുത്തെ
ശുപാർശയില്ല. മരിച്ചാൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളും മരിച്ചാൽ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ചെയ്യണം. അത് വേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. മരിച്ചാൽ മാത്രം കർമ്മങ്ങളെ കുറിച്ച് ബോധമുള്ളവർ, മരിച്ചാൽ മാത്രം വീട്ടിൽ അത്തരം തോന്നിവാസങ്ങൾ ഉണ്ടാകൂല. അതല്ലാത്ത ഏത് പരിപാടിയിലും അതേ സന്തോഷ നിമിഷങ്ങൾ വരുമ്പോ അള്ളാനെ മറക്കുന്ന വീടുകളാണോ, അള്ളാനെ മറക്കുന്ന വീട്ടു തറവാടാണോ? അവന്റെ തറവാട് തറവാടിത്തമില്ലാത്തതാണ്. ചില ആളുകൾ മനസ്സിലാക്കി തറവാടിത്തം എന്ന് പറഞ്ഞാൽ നല്ല പണം ഉണ്ടാകലാണ്, നല്ല സ്വത്തുണ്ടാകലാണ്, നല്ല മുതലാളിയാകലാണ്. അല്ല കേട്ടോ, ഏറ്റവും വലിയ തറവാടിത്തം എന്താണ് അറിയോ? റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. ഒരു നേരത്തെ അന്നത്തിന് വകുപ്പില്ലെങ്കിൽ പോലും മുസ്ലിമേ തഖ്വക്കാണ് പരിഗണന നൽകേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അതേ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹാലോചന നടത്തിയതാരെയാ? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലിയാറ് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. പണമില്ലെങ്കിലും അലിയാറ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? തറവാടിത്തമുണ്ട്. ഏതാണ് തറവാടിത്തം എന്നറിയോ? തഖ്വയിൽ അധിഷ്ഠിതമായ പരമ്പരയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയുള്ള പുതിയാപ്ലയാ. നബി തങ്ങൾ സെലക്ട് ചെയ്തു പോയി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീന കണ്ട വലിയ മുതലാളിയാ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് രണ്ട് മക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. പണം നോക്കിയിട്ടല്ല, തഖ്വ നോക്കിയിട്ടാണ്. അതുകൊണ്ടാ നിക്കാഹിന്റെ ഖുതുബയിൽ നമ്മളെ പള്ളിയിലെ ഖതീബ് ഖുതുബ ഓതുമ്പോ പറഞ്ഞില്ലേ, ഫൽഫർ ബിദാത്തിദ്ദീൻ. ലോകത്ത് എന്ത് പണമുണ്ടായാലും, എന്ത് പത്രാസ് ഉണ്ടായാലും, എന്ത് സൗകര്യം ഉണ്ടായാലും അതൊക്കെ നശിക്കാനുള്ളതാണ് പോലെ വിവാഹത്തിൽ അതൊക്കെയും സെലക്ട് ചെയ്യാൻ കാരണങ്ങളാണ്. അതേ തുങ്കഉൽ മറൂത്ത് എന്തിനെ വിവാഹം ചെയ്യപ്പെടും, എന്തിനൊക്കെ വിവാഹം ചെയ്യപ്പെടും? വലി ജമാലിഹാ, അവളെ ഭംഗിക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടും. വലി നസബിഹാ, അവളെ തറവാടിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടും. പോരാ വലി മാലിഹാ, അവളെ സമ്പത്തിന് വേണ്ടി വിവാഹം ചെയ്യപ്പെടും. പക്ഷേ അല്ലാഹനെ ഭയപ്പെടുന്ന റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരനാണോ? അല്ലാഹ്ക്ക് പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ നയിക്കുന്ന പാപ്പമാരാണോ? ദീനിന്റെ വഴികളെ മുറുകെ പിടിക്കുന്നവനായിക്കോ, തഖ്വക്ക് മുൻഗണന നൽകിക്കോ. ബാക്കിയുള്ളതൊന്നും പറയാൻ നിർവാഹമില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നശിക്കാനുള്ളതാണ്. അത് ഓർമ്മ വെച്ചിട്ടാകണം നിന്റെ തീരുമാനങ്ങൾ. ഇവിടെ ഉള്ളത് മുഴുവനും നശിക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് നിലനിൽക്കുന്നതായിട്ട് പറയാനുള്ളത്. ഓ ചെറുപ്പക്കാരാ, നീ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫായത്ത് പ്രതീക്ഷിക്കുന്നു. ഓ പെങ്ങന്മാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫായത്ത് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാ ശഫായത്ത് പ്രതീക്ഷിക്കുന്നത്? നീ നിന്റെ ഭർത്താവ് നടക്കുന്ന വീഡിയോ പിടിച്ചിട്ട് അത് റിയൽ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ജനങ്ങളെ മുന്നിൽ ഭംഗി പ്രദർശിപ്പിച്ചിട്ട് അഭിപ്രായവും ലൈക്കും ഫോളോവേഴ്സും സബ്സ്ക്രൈബ്സും അധികരിപ്പിക്കാനാണ് നിന്റെ ജീവിതത്തെ നയിക്കുന്നതെങ്കിൽ എന്ത് ശഫായത്തിനാണ് നിനക്ക് അർഹതയുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്ക് വില കൽപ്പിക്കാതെ നീ ശഫായത്ത് പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫായത്ത് കിട്ടാൻ വേണ്ടിയാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്തുടർന്ന ജീവിതം ഉണ്ടായിട്ട് പോലും രാത്രിയിൽ ഉറക്കമില്ലാതെ വീട്ടിന്റെ പുറത്ത് കാത്തിരുന്നത് സഹാബത്ത്. എന്തിന്? അവിടുത്തെ ശഫായത്ത് കിട്ടാൻ, അല്ലേ? അവിടുത്തെ ഒരു സന്തോഷം കിട്ടാൻ, അവിടുത്തെ ഒരു തിരുനോട്ടം കിട്ടാൻ, ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ഒരു ചെറിയ റെക്കമെൻഡ് കിട്ടാൻ, അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, രാത്രികളാകുന്ന രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ടവരിരുന്നു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ, അവിടുത്തെ സന്തോഷം ലഭിക്കാൻ. അല്ലാഹു നമുക്കും അവിടുത്തെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കേൾക്കാമെന്ന വിശ്വാസികളെ, കർമ്മങ്ങൾ ചെയ്തിട്ടാകണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ വസ്ത്രധാരണ അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന വസ്ത്രധാരണയാകണം. എരിയാണിക്ക് താഴേക്ക് പോകുന്ന പെൻസ് ആകരുത്, എരിയാണിയുടെ താഴേക്ക് പോകുന്ന വസ്ത്രധാരണയാകരുത്, അവിടുന്ന് പൊരുത്തപ്പെടാത്ത വസ്ത്രധാരണയാകരുത്. ഓ ചെറുപ്പക്കാരാ,
നിന്റെ മകന്റെ മുടി വെട്ടാൻ പോകുമ്പോൾ സൈഡ് എത്തിയില്ലെങ്കിൽ ഭംഗി ഉണ്ടാകൂല എന്നുള്ളൊരു ചിന്തയില്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഈ ഭംഗിയും പ്രതീക്ഷിച്ചിട്ട് നീ ജീവിക്കുന്നവനാകരുത്. മക്കളെ മുടി നോക്കിയിട്ട് സൈഡ് ചെത്തിയാലേ ഉമ്മ നിനക്ക് ഉറക്കം കിട്ടൂ. നബി തങ്ങൾ സുന്നത്തും നബി തങ്ങൾ വിരോധിച്ചത്, അതേ വിരോധിച്ചത് കൈയൊഴിക്കുകയും സുന്നത്ത് മുറുകെ പിടിക്കുകയും ചെയ്യുന്നവനാണ് ഇവിടുത്തെ ശഫാഅത്ത് എന്ന് പറയുന്നത്. എന്നിട്ടോ നീ നിന്റെ മക്കളെ ശരീരത്തിലേക്ക് ചെറുപ്പകാലം മുതലേ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടിക്കാലത്തെ ഇത്ര കോപ്പറാട്ടികൾ പറ്റൂന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടിയുടെ മുടിയുടെ സൈഡ് ചെത്തിക്കളയുന്ന സ്വഭാവമല്ലേ? കയ്യൊഴിക്കണേ ചെറുപ്പക്കാരാ, കയ്യൊഴിക്കണേ ഉമ്മമാരെ. അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിലനിൽക്കുന്ന സന്തോഷമായിട്ട് ലോകത്തെന്തോ പറയാനുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്തോഷം പറഞ്ഞു തരാം. നിലനിൽക്കുന്ന ഒരു സന്തോഷം ഉണ്ടോ? മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? നിങ്ങളുടെ നാട്ടിൽ അതും സന്തോഷമല്ലേ? ആണ്. വിവാഹം കഴിഞ്ഞാൽ ഒരു മക്കളുണ്ടാകുക എന്ന് പറയുന്നത് ഏത് ദമ്പതികളുടെയും ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ്, അല്ലേ? അള്ളാഹു മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ ദുആ കൊണ്ട് പറഞ്ഞവർ ഖൈറായ ആൺകുട്ടികൾ അള്ളാഹു നൽകട്ടെ. പെൺകുട്ടികളില്ലാത്തതിന്റെ പേരിൽ വിഷമം പറഞ്ഞവർ അള്ളാഹു ഖൈറായ പെൺകുട്ടികളെ നൽകട്ടെ. ഉള്ള മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ആലോചിച്ച് നോക്ക്, ഈമാനുള്ള വിശ്വാസികളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അല്ലെ? മക്കളുണ്ടാകുന്ന ഭയങ്കര സന്തോഷല്ലേ? ആ മക്കള് പ്രസവിക്കപ്പെട്ട ഉടനെ ആ ബാപ്പക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാ, അല്ലെ? ആ ഉമ്മക്കുണ്ടാകുന്ന സന്തോഷം എത്രയാ? പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ കുഞ്ഞിക്കാല് കണ്ടപ്പോ അവർ സഹിച്ച വേദന മറന്നുപോയി എന്നാ പറയുന്നത്. എത്രയാ അതിന്റെ വേദന? മരണത്തിന്റെ പകുതി വേദന ഉണ്ടായിട്ട് പോലും അവരത് മറന്നുപോയി എന്നാ പറയുന്നത്. എന്താ കാരണം? ആ കുട്ടിയെ കാണുമ്പോഴുള്ള സന്തോഷാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ഏത് ബാപ്പക്കുണ്ടാകുന്ന സന്തോഷാണ്, അല്ലെ? ഒരു പാപ്പക്ക് ഒരു മകൻ ഉണ്ടായാൽ, എങ്കിലും മകൾക്കൊരു മകൻ ഉണ്ടായാൽ, ഒരു കുട്ടി ഉണ്ടായാൽ എത്രയാ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത്.